ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ നിർണായകമായ ഒരു ഭാഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ വൈജയന്തി ബാലചന്ദ്രമേനോന് ഡൈവോഴ്സ് നോട്ടീസ് അയക്കുകയും ബാലചന്ദ്രൻ ആ കേസ് കോടതിയിലെത്തും മുമ്പേ തന്നെ ഒരു കുടുംബയോഗം വിളിച്ചു കൂട്ടുകയും ആ യോഗത്തിൽ വൈജയന്തിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കാമുകനുണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരുന്നെന്നും വെളിപ്പെടുത്തുകയാണ്. സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ വൈജയന്തി ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിന്നീട് യോഗത്തിന് ശേഷം വൈജയന്തി ആങ്ങളമാരെ തേടി പിടിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കുകയാണ്. അലീന തൻ്റെ മകളാണെന്ന സത്യം വൈജയന്തിയെ സമനില തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അലീനയോട് താൻ ചെയ്ത ക്രൂരതകൾ ഓർത്ത് മനസ്സ് വിങ്ങുന്ന വൈജയന്തി ശാന്തിപുരം എന്ന സ്ഥലത്തെ സച്ചിദാനന്ദ ആശ്രമത്തിൽ അഭയം പ്രാപിച്ച് സന്യാസിനിയായി കഴിയുകയാണ്. ഏകദേശം 2-3 മാസം വൈജയന്തി ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഈ സമയത്ത് അലീന തൻ്റെ ബ്രിജിത്താമ്മ നടത്തി വന്നിരുന്ന സ്നേഹനികേതനം എന്ന അനാഥാലയം ബാലചന്ദ്രൻ്റെയും സ്റ്റാൻലിയുടെയും സഹായത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തുകയാണ്. സഹായത്തിനായി രേവതിക്കുട്ടിയും അവതക്കുട്ടിച്ചായനെല്ലാം ഉണ്ട് അവിടെ. ഒരു ദിവസം വൈജയന്തിയുടെ ആശ്രമത്തിലെ ഗുരുവര്യൻ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കാത്തതിൻ്റെ കാരണം ജീവിതത്തിൽ നിങ്ങൾ ബാക്കി വെച്ച കർമ്മങ്ങളാണെന്നും അത് തീർക്കാതെ നിങ്ങൾക്ക് മനഃശാന്തി കിട്ടില്ലെന്നും പറയുകയാണ്. പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയ വൈജയന്തി ബാലചന്ദ്രൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരിഞ്ഞ് മാപ്പപേക്ഷിക്കുകയാണ്. മനസ്സുകൊണ്ട് വൈജയന്തിയോട് ബാലചന്ദ്രൻ ക്ഷമിക്കുകയാണ്. പിന്നെ വൈജയന്തി അലീനെ അന്വേഷിച്ച് വരുന്ന അതിവൈകാരികവും മനോഹരവുമായ രംഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരു ദിവസം വൈകുന്നേരം സ്നേഹനികേതനത്തിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ടൗണിലേക്ക് പോയിരിക്കുകയാണ് സ്റ്റാൻലിയും അലീനയും. രേവതിക്കുട്ടി വസ്ത്രങ്ങൾ പെറുക്കി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹനികേതനത്തിലെ അന്തേവാസികളുടെ ഉടുതുണികളാണ് അവ. രേവതിക്കുട്ടി അതെല്ലാം മടക്കി തീരാറായപ്പോഴേക്കും ജോലിക്കാർ സിന്ധു പിന്നാമ്പുറത്തേക്ക് ഓടി വന്നു. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരെ കാണാൻ? അതൊന്നും പറഞ്ഞില്ല. രേവതിക്കുട്ടി ബാക്കി പണി സിന്ധുവിനെ പറഞ്ഞേൽപ്പിച്ചിട്ട് വേഗം പിൻവരാന്തയിലേക്ക് ചെന്ന് കയറി. അവതക്കുട്ടിച്ചാൻ എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ കിച്ചണിലൂടെ കയറിയിറങ്ങി ഊണുമുറിയിലും ഗസ്റ്റ് റൂമും കടന്ന് മുന്നിലെ വരാന്തയിലേക്ക് നീങ്ങി. സാധാരണ അവതക്കുട്ടിച്ചായനാണ് സന്ദർശകരെ കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏറ്റെടുക്കാറുള്ളത്. രേവതിക്കുട്ടി വരാന്തയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ വരാന്തയുടെ നടുവിലെ തൂണും ചാരി നിൽക്കുന്നത് കണ്ടു. ഒരു ബാഗ് നിലത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ സൂര്യരശ്മികൾ നേരെ കണ്ണിലേക്ക് അടിച്ചതിനാൽ ഒരു സ്ത്രീരൂപം മാത്രമേ ആദ്യം കണ്ടുള്ളൂ. കണ്ണ് ചിമ്മി അല്പം നീങ്ങിയപ്പോൾ അവൾ ആളെ തിരിച്ചറിഞ്ഞു. വൈജയന്തി, അലീന ചേച്ചിയുടെ അമ്മ. രേവതിക്കുട്ടി ഞെട്ടിത്തെറിച്ച് നിമിഷങ്ങളോളം നിന്നുപോയി. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ അവൾ വേഗം അടുത്തേക്ക് ചെന്നു. അയ്യോ, എപ്പോഴാണ് വന്നത്? ആരും കണ്ടില്ലേ? എന്താ ഇരിക്കാത്തത്? വൈജയന്തി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് രേവതിക്കുട്ടിക്ക് സംശയമായി. തന്നെ മനസ്സിലായില്ലേ? രേവതിക്കുട്ടിയെ ഞാൻ എറണാകുളത്തെ മാമച്ചനങ്ങളുടെ വീട്ടിൽ നിന്നിരുന്ന. അറിയാമെന്ന് വൈജയന്തി തലയാട്ടി. അവൾ രേവതിക്കുട്ടിയുടെ കരം ഗ്രഹിച്ചു. കൈത്തണ്ടയിൽ തെരിപ്പിടിപ്പിച്ചുകൊണ്ട് എന്തോ പറയാനുള്ള പോലെ അല്പസമയം നിന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ടിരിക്കേ. എങ്ങനെയാണ് വന്നത്? ബസ്സിലാണോ? രേവതിക്കുട്ടി ചോദിച്ചു. വൈജയന്തി അതേന്ന് തലയാട്ടി. രേവതിക്കുട്ടി വൈജയന്തിയെ വരാന്തയിലെ ചാരുവഞ്ചിലിരുത്തി. അവൾ അവരുടെ അരികെ തന്നെ ഇരുന്നു. ബാഗ് ബെഞ്ചിൽ തന്നെ വെച്ചു. അലീന ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല. പപ്പ വന്നിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി മാർക്കറ്റിൽ പോയതാ, രേവതിക്കുട്ടി പറഞ്ഞു. വൈജയന്തിക്ക് എന്തെങ്കിലും പറയാൻ അല്പസമയം അവൾ അനുവദിച്ചു. പക്ഷേ വൈജയന്തി ഒന്നും മിണ്ടിയില്ല. രേവതിക്കുട്ടിക്ക് ഇനി എന്ത് പറയണമെന്ന് അറിയാതെയായി. അവൾ എഴുന്നേറ്റു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവതക്കുട്ടിച്ചായൻ ഇവിടെയുണ്ട്. അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. വൈജയന്തി രേവതിക്കുട്ടിയെ നോക്കി മന്ദസിച്ചുകൊണ്ട് തലയാട്ടി. വൈജയന്തിയോട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഡോർമിറ്ററിയിലേക്ക് ഓടിച്ചെന്നു. അവതക്കുട്ടിച്ചായൻ അവിടെ ഇരിപ്പുണ്ട്. വല്യപ്പച്ച, രേവതിക്കുട്ടി കിതപ്പോടെ വിളിച്ചു. അയാൾ തലതിരിച്ച് നോക്കി. നിന്നെ ആരെങ്കിലും ഓടിച്ചോടി കൊച്ചേ? വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ. അലീന ചേച്ചിയുടെ അമ്മ വന്നിട്ടുണ്ട്. ഞാൻ നേരോ? അവതക്കുട്ടിച്ചായൻ ഒന്ന് പകച്ചു. നേര് വരാന്തയിലിരിപ്പുണ്ട്. നീ ചോദിച്ചില്ലേ എന്തിനാ വന്നതെന്ന്? ചോദിക്കണം വല്യപ്പച്ച. നമുക്കറിയരുതോ മോളെ കാണാമെന്നല്ലേ? കൃത്യം അവളില്ലാത്ത നേരത്ത് തന്നെ. എപ്പോഴാണോ വന്നത്? ബെല്ലടിച്ചൊന്നും കേട്ടില്ലല്ലോ. ഏതായാലും അവൾ വന്നിട്ടല്ലേ പോകത്തുള്ളൂ. നീ ഇങ്ങ് വിളിച്ചോണ്ട് വാ. വല്യപ്പച്ചനും കൂടി വാ. അവതക്കുട്ടിച്ചായനും കൂടി വരാന്തയിലേക്ക് ചെന്നു. അയാളെ കണ്ടതും വൈജയന്തി എഴുന്നേറ്റു. അലീന ചേച്ചിയുടെ വല്യപ്പച്ചനാ, രേവതിക്കുട്ടി പരിചയപ്പെടുത്തി. വൈജയന്തി വൃദ്ധൻ്റെ നേർക്ക് കൈകൂപ്പി. അവതക്കുട്ടിച്ചായൻ ഒന്ന് ശിരസ് നമിച്ചു. നിങ്ങൾ തമ്മിൽ ആദ്യം കാണുമല്ലേ? രേവതിക്കുട്ടി ചോദിച്ചു. വൈജയന്തി അവതക്കുട്ടിച്ചായനെ ഒന്ന് നോക്കിയിട്ട് അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. മുൻപ് കണ്ടിട്ടില്ലെങ്കിൽ കൂടി അവതക്കുട്ടിച്ചായനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ബബിതയുടെ ഒരു മുതിർന്ന പതിപ്പ്. ബബിത കുളത്തുപുഴയിൽ താമസിച്ചപ്പോൾ അവതക്കുട്ടിച്ചായനുമായിട്ട് നല്ല ഇണക്കത്തിലായിരുന്നു. അയാൾ സങ്കല്പിച്ചിരുന്നതുപോലെ വൈജയന്തി വലിയ ദേഷ്യക്കാരിയോ അഹങ്കാരിയാണെന്ന് തോന്നിയില്ല. ശാന്തമായ മുഖം,
ശാന്തമായ കണ്ണുകൾ. പ്രായം എത്രയാണേലും ഉള്ളതിനേക്കാൾ കുറച്ചേ തോന്നിക്കുകയുള്ളൂ. വൈജയന്തി അവതക്കുട്ടിച്ചായൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് രേവതിക്കുട്ടി പുറത്തോട്ട് ഇറങ്ങി അലീനയെ ഫോണിൽ വിളിച്ച് പാലായിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിട്ടെന്ന് വിളിച്ച് പറയുകയാണ്. ആരാ മോളെ? ആരായിരിക്കും മോളെ? ടെൻഷൻ അടിപ്പിക്കാതെ പറയേ. അലീന ചേച്ചിയുടെ അമ്മ, സാക്ഷാൽ വൈജയന്തി. അലീനയുടെ ശരീരമാകെ ഒരു വിറയൽ പടർന്നു. എപ്പോഴാണ് മോളെ വന്നത്? അലീനയുടെ ഒച്ചയിടറി. കുറച്ചു നേരമേ ആയുള്ളൂ. ഓഫീസ് റൂമിൽ ഇരുത്തിയിരിക്കുകയാണ്. അവതക്കുട്ടിച്ചായനുണ്ട് കൂട്ടിന്. അമ്മ വല്ലതും സംസാരിച്ചോ? ഇല്ല. ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു. എന്നെ അന്വേഷിച്ചോ മോളെ? ഇല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു മാർക്കറ്റിൽ പോയിരിക്കുകയാണെന്ന്. ചേച്ചിയുടെ സ്വരമെന്താ വല്ലാതായത്? അമ്മ ഒറ്റയ്ക്കാണ് വന്നത്, കൂടെ ആരെയും കണ്ടില്ല. ബസ്സിനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഞാൻ മുൻപ് കണ്ടിട്ടുള്ള വൈജയന്തി അല്ല കേട്ടോ. കഴുത്തിലും കയ്യിലും ഒന്നുമില്ല, ഒരു വെള്ള സാരിയാണ് വേഷം. അമ്മ ഇന്ന് തിരിച്ചു പോകണുണ്ടോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ എന്തെങ്കിലും കൊടുത്തോ അമ്മയ്ക്ക്? ചായ ഇടുക ചേച്ചി. ശരി. അലീന ഫോൺ വെച്ചു. രേവതിക്കുട്ടിയും അവതക്കുട്ടിച്ചായനും ചേർന്ന് സ്നേഹനികേതനം കാട്ടിക്കൊടുക്കുകയായിരുന്നു വൈജയന്തിക്ക്. രോഗികളായ വൃദ്ധരുണ്ട്, പരാതിക്കാരുണ്ട്, വിശപ്പ് തീരാത്തവരുണ്ട്. ഈ സമയം വെളിയിൽ ജീപ്പിൻ്റെ ഇരുമ്പൽ കേട്ടു. അലീന ചേച്ചി വന്നു. അത് അലീന ചേച്ചിയുടെ പപ്പയുടെ ജീപ്പാ, രേവതിക്കുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞതുപോലെ വൈജയന്തിക്ക് തോന്നി. സാധനങ്ങൾ ഇറക്കാനായി ജംഗ്ഷനിൽ നിന്ന് 2 ചുമട്ടുതൊഴിലാളികൾ ജീപ്പിൻ്റെ പിന്നിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവരോട് സാധനങ്ങൾ ഇറക്കി വെക്കാൻ പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി. ഡോർമിറ്ററിയുടെ വാതിൽ കടന്നപ്പോൾ അവൾ കണ്ടു, നിരനിരയായി ഇട്ട കട്ടിലുകൾക്കിടയിൽ രേവതിക്കുട്ടിയോടും അവതക്കുട്ടിച്ചായനോടൊപ്പം വൈജയന്തി. ആരോ പിടിച്ചു നിർത്തിയ പോലെ അലീന അവിടെ നിന്നുപോയി. വൈജയന്തിയും അലീനയെ കണ്ടു കഴിഞ്ഞിരുന്നു. വൈജയന്തിയുടെ നോട്ടം ചുമരിലൂടെ നിരയൊപ്പിച്ച കട്ടിലുകൾക്കിടയിലൂടെ പതറി സ്വന്തം കാൽച്ചുവട്ടിൽ വന്നു തങ്ങി. അവളുടെ കണ്ണിൽ ഒരെണ്ണപ്പാട വന്നു മൂടി. എല്ലാ കാഴ്ചകളും അവ്യക്തമായി. ഇതിനിടയിൽ ചുമട്ടുതൊഴിലാളികൾ അലീനയെ വിളിച്ചു. അവൾ മുൻ വരാന്തയിലേക്ക് തിരികെ പോയി. ലോഡിംഗ് കഴിഞ്ഞ് തൊഴിലാളികൾ ടൗണിലേക്കും സ്റ്റാൻലി കുളത്തൂപ്പുഴയ്ക്കും തിരിച്ചുപോയി. സ്നേഹനികേതനത്തിലെ മറ്റ് അന്തേവാസികൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് മരുന്ന് കഴിക്കേണ്ടവർക്ക് അതും നൽകിയ ശേഷമാണ് അലീനയും സഹായികളും ആഹാരം കഴിക്കാനിരിക്കുക. ഇന്ന് ഒരാൾ കൂടിയുണ്ട്, വൈജയന്തി. രേവതിക്കുട്ടിയാണ് ഭക്ഷണം വിളമ്പിയത്. കഞ്ഞിയും അച്ചാറും പയറുതോരനും പപ്പടം പൊളിച്ചതും. എനിക്കിത്രയും വേണ്ട, ഇതിന്ന് കുറച്ചെടുത്തോ. വൈജയന്തി തൻ്റെ പ്ലേറ്റ് അലീനയുടെ നേർക്ക് നീട്ടി. അലീന ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു. അമ്മ തന്നെ നോക്കുന്നത് കാണുമ്പോഴും തന്നോട് സംസാരിക്കുമ്പോഴും ശ്വാസം വിങ്ങുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അത്രയും കഴിച്ചൂടെ? ഒത്തിരി ഒന്നുമില്ലെന്ന് രേവതിക്കുട്ടി പറഞ്ഞു. അലീനയ്ക്ക് വേണ്ടി വിളമ്പി വെച്ചിരുന്ന പ്ലേറ്റ് വൈജയന്തി എടുത്തു. ഇത് മതി എനിക്ക്, വൈജയന്തി സംതൃപ്തിയോടെ പറഞ്ഞു. അത്താഴത്തിന് ശേഷം അവതക്കുട്ടിച്ചായൻ അലീനയെ വിളിച്ച് വരാന്തയിലേക്ക് മാറ്റി നിർത്തി ചോദിച്ചു, വൈജയന്തി എവിടെ കിടക്കും? അത് സാരമില്ല വല്യപ്പച്ച, എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടത്തിയാൽ മതിയോ? നിൻ്റെ അമ്മയല്ലേ. ഓഫീസ് മുറിയിൽ കിടത്തിയാലോ? എൻ്റെ കട്ടിലേക്ക് കിടന്നോട്ടെ, ഞാൻ ഈ വരാന്തയിലോട്ട് തൽക്കാലത്തേക്ക് മാറാം. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, അലീന സമാധാനിപ്പിച്ചു. എന്നിരുന്നാലും വൈജയന്തിക്ക് കിടക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പണ്ട് അലീനയും രേവതിക്കുട്ടിയും താമസിച്ചിരുന്ന മുറിയിലാണ് അലീന ഇപ്പോൾ കിടക്കുന്നത്. അവിടെ ഒരലമാര കൂടി വെച്ചിരുന്നതിനാൽ വീണ്ടും കട്ടിലിടാനുള്ള സൗകര്യവുമില്ല. തീർത്തും ചെറിയ മുറിയാണ് അത്. സിംഗിൾ കോട്ട് കട്ടിലുകൾ മാത്രമേ സ്നേഹനികേതനത്തിനുള്ളൂ. 2 കുട്ടികളും സിന്ധുവും കുട്ടിയമ്മ എന്ന സ്ത്രീയും കിടക്കുന്ന മുറിയിൽ രേവതിക്കുട്ടിക്ക് വേണ്ടി പ്ലൈവുഡ് കൊണ്ട് മറച്ച ഒരു ക്യാബിൻ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് വൈജയന്തിക്ക് നൽകിയിട്ട് രേവതിക്കുട്ടി അലീനയുടെ മുറിയിൽ കിടക്കാവുന്ന ധാരണയായി. വൈജയന്തി മേൽ കഴുകി എത്തിയപ്പോഴേക്കും രേവതിക്കുട്ടിയും അലീനയും ചേർന്ന് വൈജയന്തിക്ക് വേണ്ടി കട്ടിലിന്മേൽ ഒരു പായും അതിന് മീതെ ഒരു കോസടയും ഷീറ്റും വിരിച്ചിരുന്നു. അലീന മറ്റു ജോലികൾ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ രേവതിക്കുട്ടി അലീനയുടെ മുറിയുടെ വാതിക്കൽ നിൽപ്പുണ്ട്. അമ്മ കിടന്നോടി? അലീന പതിയെ ചോദിച്ചു. രേവതിക്കുട്ടി മുറിയിലേക്ക് കണ്ണു കാണിച്ചു. മുറിക്കുള്ളിലേക്ക് തല നീട്ടി നോക്കി അലീന സ്തബ്ധയായി. തൻ്റെ കട്ടിലിനരികെ നിലത്ത് കോസടി വിരിച്ച് അതിലിരിക്കുകയാണ് അമ്മ. അലീനയുടെ നെഞ്ചിൽ വീണ്ടും ശ്വാസം വിലങ്ങി. ഞാൻ അവനത്ര പറഞ്ഞു ഈ കട്ടിലിലോട്ട് കിടന്നോളാൻ, പക്ഷേ അമ്മയ്ക്ക് ഇവിടെ നിലത്ത് വിരിച്ച് കിടന്നാൽ മതി. ഞാനെന്ത് ചെയ്യാനാ? രേവതിക്കുട്ടി കൈപ്പടം മലർത്തിക്കാട്ടി തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തി. ഞാൻ വേണമെങ്കിൽ രേവതിക്കുട്ടിക്കൊപ്പം അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം. അലീനയുടെ തൊണ്ടയിടേറി. അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാനിവിടെ കിടക്കുന്നത് ശല്യമാണോ? വൈജയന്തി ചോദിച്ചു. അലീനയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ താഴെ കിടക്കാം, അവൾ വിരുമ്പി. അമ്മ നിലത്ത് കിടക്കുമ്പോൾ മകൾ കട്ടിൽ കിടക്കുന്നത് അലീന ചേച്ചിക്ക് മനപ്രയാസം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ഒന്നുകൂടി വൈജയന്തിയെ നിർബന്ധിച്ച് നോക്കി. ഇന്നൊരു ദിവസം ഞാനിങ്ങനെ കിടന്നോട്ടെ. വൈജയന്തി യാചനാഭാവത്തിൽ 2 മാറി മാറി നോക്കി. അലീന ചേച്ചി ഇപ്പോൾ വിങ്ങി പൊട്ടിയേക്കുമെന്ന് രേവതിക്കുട്ടിക്ക് തോന്നി. ശരി, ഇന്നിങ്ങനെ തന്നെ.
അമ്മയുടെ ഇഷ്ടമല്ലേ? അലീന ചേച്ചി കിടന്നോ? ഗത്യന്തരമില്ലാതെ അലീന കട്ടിലിൽ ചെന്നിരുന്നു. അലീന ചേച്ചി ഇങ്ങനെ കാലും തൂക്കിയിരുന്ന അമ്മ എങ്ങനെ കിടക്കുന്നത്? രേവതിക്കുട്ടി ശാസനാസ്വരത്തിൽ ചോദിച്ചു. അലീന പെട്ടെന്ന് കാലുകൾ കൂടി കട്ടിലിലേക്ക് കയറ്റി വെച്ചു. പ്രാർത്ഥിച്ചിട്ട് കിടന്നോ? ഈ വിളക്ക് ഇവിടെ വെക്കണോ? വേണ്ട, നീ കൊണ്ടുപോയിക്കോ, അവിടെയല്ലേ കുട്ടികൾ കിടക്കുന്നത്. അലീനയുടെ ശബ്ദം അടഞ്ഞിരുന്നു. അവളുടെ കണ്ണിൽ കണ്ണീരിൻ്റെ തിളക്കം കാണാമായിരുന്നു. അലീന അമ്മയെ നോക്കി കൈകൂപ്പി കണ്ണടച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സമാധാനമായിട്ട് കിടന്നോളാൻ രേവതിക്കുട്ടി കൈത്തലം കൊണ്ട് അലീനയോട് ഒരാംഗ്യം കാട്ടി. ഗുഡ് നൈറ്റ് അലീന ചേച്ചി. അലീനയും തിരികെ ഗുഡ് നൈറ്റ് പറഞ്ഞെങ്കിലും ശബ്ദം കിട്ടിയില്ല. അവൾക്ക് ഇനിയും ചിലതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഈറൻമുടി വിതിർത്തിട്ട് ഒന്നുകൂടി തോർത്തിയിട്ടില്ല, ചീകി ഒതുക്കിയിട്ടില്ല. കിടക്കും മുൻപ് അലമാരത്തട്ടിൽ യേശുവിനോട് ഇത്തിരി വർത്തമാനം പറഞ്ഞില്ല. ഒന്നിനും അവൾക്ക് കരുത്തുണ്ടായിരുന്നില്ല. അവൾ പതിയെ തലയണയിലേക്ക് ചാഞ്ഞു. ജനൽപ്പടിയിൽ മെഴുകുതിരി നാളം വല്ലപ്പോഴും ഒന്നുലഞ്ഞു. അല്പം കഴിഞ്ഞ് വൈജയന്തിയുടെ ശബ്ദം അവൾ കേട്ടു. മെഴുകുതിരി അണച്ചേക്കട്ടെ? അലീന ഉൾക്കിടലത്തോടെ മൂളി. മെഴുകുതിരി അണഞ്ഞു. മുറിയിൽ ഇരുട്ട് നിറഞ്ഞു. അലീനയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തൻ്റെ പെറ്റമ്മയാണ് കൈനീട്ടിയിൽ തൊടാവുന്നത്ര അരികെ. ഇരുട്ടിന് ഹൃദയമുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് മിടിക്കുന്നത് കേൾക്കാം. സമയം പോയിക്കൊണ്ടിരുന്നു. ഇരുട്ടിൻ്റെ പാളികൾക്കിടയിൽ ഒരു വസ്ത്രമുലയുന്ന മർമരം. അമ്മയാണോ അത്? എന്തൊരു നിശബ്ദത! ഒരു ദീർഘനിശ്വാസം. ആരോ കട്ടിലിൽ സ്പർശിച്ചുവെന്ന് അവൾക്ക് തോന്നി. അലീനയുടെ കൈകാലുകൾ ഒരാസനത്തിനായി കട്ടിലിനോട് പറ്റിച്ചേർന്നു. അടുത്തു വരുന്ന ഇടറിയ ശ്വാസോച്ഛ്വാസം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. തോളിന് താഴെ ഒരു സ്പർശനം. അലീന ഞെട്ടി. ഒരു കൈ പതിയെ അവിടെ സ്പർശിക്കുന്നു. ഇരുട്ടിലൊരു രൂപരേഖ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഓരോ സ്പർശനത്തിനും അലീന പിടഞ്ഞു. കൈകാലുകൾക്കുള്ളിലെ അസ്ഥികൾ ഞെരിഞ്ഞു. ഒരു കൈത്തല അരുമയെ അവളുടെ കവിളത്ത് ചേർന്നു. മറ്റേ കൈത്തല അവളുടെ കവിളത്തും തൊട്ടു. വിരലുകൾ വിറകൊള്ളുന്നത് തിരിച്ചറിയാം. മെഴുകുതിരി ഉരുകി വീഴും പോലെ മുഖത്തേക്ക് ചൂടുള്ള തുള്ളികൾ വീഴുന്നു. നെറ്റിയിൽ വിറപൂണ്ട് ചുണ്ടുകൾ അമരുന്നു. അഗാധമായ ഏതോ മലയിടുക്കിൽ നിന്ന പോലെ. മോളെ എന്നൊരു വിലാപവും അവൾ കേട്ടു. ഭൂമിയിലേക്ക് പിറന്നു വീഴവേ ഒന്ന് കരയാൻ പോലും ശ്വാസം കിട്ടാതെ പിടയുന്ന കുഞ്ഞിനെ പോലെയായി അലീന. ഹൃദയം അതിൻ്റെ ചോരക്കുഴലുകളെ പിഴുതെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് കുടഞ്ഞു കുതറി. അവൾ കൈകാലിട്ടടിയവേ എപ്പോഴോ ഒരിറ്റൊരു ശ്വാസം കിട്ടി. ഉറക്കെ ഒന്ന് നിലവിളിച്ചു. വിറച്ച് അത് താണു. വീണ്ടും ഏങ്ങി ശ്വാസം വലിച്ചു ഒന്നുകൂടി. പിന്നെ പരിസരം മറന്ന് തന്നെ മറന്ന് വാവിട്ട് കരഞ്ഞു. റാന്തലിൻ്റെ തിരി താഴ്ത്തി വെച്ച് കിടക്കുകയായിരുന്നു രേവതിക്കുട്ടി. അവൾ ഞെട്ടി എഴുന്നേറ്റ് തിരി ഉയർത്തി. അവൾ വാതിൽക്കലെത്തിയപ്പോഴേക്കും സിന്ധുവും കുട്ടിയമ്മയും എഴുന്നേറ്റ് വന്നു. തൊട്ടടുത്താണ് അലീന കിടക്കുന്ന മുറി. അവിടെ നിന്ന് പൊട്ടിയുള്ള കരച്ചിൽ കേൾക്കാം. അത് അലീനയാണെന്നും അവർ തിരിച്ചറിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പെൻടോർച്ചുമായി അവതക്കുട്ടിച്ചായനും എഴുന്നേറ്റ് വന്നു. അലീനയല്ലേ അത്? അവൾക്കെന്ത് പറ്റി? അയാൾ പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു. ഒന്നുമില്ല വല്യപ്പച്ച, പോയി കിടന്നോ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നിലവിളിക്കുന്ന കേട്ടില്ലേ, കൊച്ചുങ്ങളെപ്പോലെ. സാരമില്ലെന്നേ, അതിൻ്റെ അമ്മയുടെ അടുത്തല്ലേ. അവതക്കുട്ടിച്ചായൻ സംശയത്തോടെ രേവതിക്കുട്ടിയെ നോക്കി. രേവതിക്കുട്ടിയുടെ മെഴികൾ തുളുമ്പി തുടങ്ങിയിരുന്നു. അവൾക്കറിയാം ഹൃദയം പറഞ്ഞു പോരും വിധമുള്ള കരച്ചിലിൻ്റെ അർത്ഥം എന്താണെന്ന്. 25 വർഷക്കാലം അനാദിയായി അലഞ്ഞ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടുകയാണ്. എല്ലാവരും പോയി കിടന്നോ? രേവതിക്കുട്ടി കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവതക്കുട്ടിച്ചായനും പതുക്കെ കാര്യം മനസ്സിലായി. അയാൾ മെല്ലെ മുറിയിലേക്ക് തിരിച്ചുപോയി.